എല്ലാവർക്കും നമസ്കാരം. ശരി, നമുക്കിതിലേക്ക് അങ്ങ് കടക്കാം അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സെൻസിറ്റീവായ എന്നാൽ അത്രത്തോളം തന്നെ കൗതുകകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഫ്രിറ്റ്സ് സ്പ്രിങ്മയറുടെ വളരെ പ്രശസ്തമായ ആ റിസർച്ച് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം. ലോകത്തെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ആ 13 കുടുംബങ്ങളെക്കുറിച്ചുള്ള തിയറി. ഇതിലത്രത്തോളം സത്യമുണ്ട്, അതോ വെറും ഗൂഢാലോചനാ സിദ്ധാന്തം മാത്രമാണോ? ഈയൊരു വിശകലനത്തിലൂടെ നമുക്കതൊന്ന് പരിശോധിക്കാം. ഈ വലിയ വിവരശേഖരം ഒരു ഓർഡറിൽ വെറുതെ ചരിത്രം നോക്കിയല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. പകരം 6 വ്യത്യസ്ത തലങ്ങളിലൂടെ ഈ കുടുംബങ്ങൾ എങ്ങനെയാണ് അവരുടെ പവർ സിസ്റ്റം നിലനിർത്തുന്നത് എന്നാണ് നോക്കുന്നത്. അധികാരത്തിന്റെ രൂപകൽപ്പന മുതൽ അവസാനം തിരഞ്ഞെടുപ്പിന്റെ മിഥ്യാബോധം വരെ 6 പ്രധാന ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ വിഷയമെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം രഹസ്യ അധികാരത്തിന്റെ രൂപകൽപ്പന. ഈ അധികാര കേന്ദ്രങ്ങൾ ആരാണെന്ന് നോക്കുന്നതിനു മുൻപ് ഈ നിഴൽ സാമ്രാജ്യത്തെ ഗവേഷകർ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നതിന്റെ കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് വളരെ കൃത്യമായ ആ കാര്യം കാണിക്കുന്നുണ്ട്. അതായത് 13 എന്ന നമ്പറിന്റെ ആ ഒരു നിഗൂഢമായ അർത്ഥം. എന്തുകൊണ്ട് കൃത്യം 13 കുടുംബങ്ങൾ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്ത്യത്താഴത്തിൽ 13 പേരുണ്ടായിരുന്നു. ഒരു വർഷത്തിൽ 13 ചാന്ദ്രചക്രങ്ങളുണ്ട്. അതുപോലെ ടാറോട്ട് കാർഡുകളിൽ 13ാമത്തെ കാർഡ് അവസാനത്തെയല്ല, മറിച്ച് മാറ്റത്തെ അഥവാ ട്രാൻസ്ഫർമേഷനെ സൂചിപ്പിക്കുന്ന മരണമാണ്. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ഇത്തരം ചില രഹസ്യ തത്വങ്ങൾ വെച്ചാണ് ഈ പവർ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത്. പ്രധാനപ്പെട്ട ചില കുടുംബങ്ങളും അവരുടെ സ്വാധീന മേഖലകളും നമ്മളൊന്ന് നോക്കിയാൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ആസ്റ്റർ, ഡ്യൂപോണ്ട്, റോക്ക്ഫെല്ലർ എന്നിങ്ങനെയുള്ള കുടുംബങ്ങൾ വെറുതെ പണം മാത്രമല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ചില ലെവറേജ് പോയിന്റുകൾ, അതായത് കൃത്യമായ കൺട്രോൾ മെക്കാനിസങ്ങളാണ് അവർ സ്വന്തമാക്കുന്നതെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. സമ്പത്ത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഉദ്യോഗസ്ഥവൃന്ദം. അതായത് യൂറോപ്യൻ പ്രമുഖന്മാരുടെ അധികാര മാതൃക എങ്ങനെയാണ് അമേരിക്കൻ മണ്ണിലേക്ക് പറിച്ചു നടപ്പെട്ടത് എന്ന് ആസ്റ്റർ, ബണ്ടി എന്നീ കുടുംബങ്ങളെ വെച്ച് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ജീവകാരുണ്യ പ്രവർത്തനം അഥവാ ഫിലാന്തറപ്പി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെറും ദാനധർമ്മമെന്നാണ്, അല്ലേ? എന്നാൽ ഈ തിയറിയുടെ പശ്ചാത്തലത്തിൽ അതങ്ങനെയല്ല. അത് സമൂഹത്തെ അവർക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കാനും പബ്ലിക് പോളിസികൾ കൺട്രോൾ ചെയ്യാനുമുള്ള ശക്തമായൊരു ടൂളാണ്. ആസ്റ്റർ കുടുംബം അവരുടെ വലിയ സമ്പത്ത് ഉപയോഗിച്ച് ഫൗണ്ടേഷനുകൾ ഉണ്ടാക്കിയത് ഇതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ്. വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യം ഇവിടെയുണ്ട്. 1913 അമേരിക്കയിൽ ഫെഡറൽ റിസർവ് കൊണ്ടുവരുന്നതിനെ ശക്തമായി എതിർത്തിരുന്ന അതിസമ്പന്നരാണ് ജോൺ ജേക്കബ് ആസ്റ്റർ, ബെഞ്ചമിൻ ഗുഗൻഹൈം, ഇസിഡോർ സ്ട്രോസ് എന്നിവർ. പക്ഷേ അതിന് തൊട്ടുമുൻപത്തെ വർഷം, അതായത് 1912 ടൈറ്റാനിക് ദുരന്തത്തിൽ ഇവരൊക്കെ കൊല്ലപ്പെട്ടു. ഇതൊരു യാദൃച്ഛികതയാണോ അതോ ആസൂത്രിതമായിരുന്നോ? അത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ വിടുന്നു. ബണ്ടി കുടുംബത്തിന്റെ കാര്യമെടുത്താൽ ഇതിലും രസമാണ്. ഇവരുടെ ഒരു പബ്ലിക് ഇമേജ് എന്ന് പറയുന്നത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മികച്ച ഉദ്യോഗസ്ഥർ എന്നാണ്. എന്നാൽ കാരോൾ ക്വിഗ്ലിയെ പോലെയുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ഇവർ വെറും ഉദ്യോഗസ്ഥരല്ല, മറിച്ച് ആഗോള നയങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു വലിയ അന്താരാഷ്ട്ര ശൃംഖലയുടെ പ്രധാന കണ്ണികളാണ് എന്നാണ്. പണത്തെ എങ്ങനെ പോളിസിയാക്കി മാറ്റാം എന്ന് ഈ ഉദ്യോഗസ്ഥവൃന്ദം കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. ശാസ്ത്രം, രഹസ്യം, പിന്നെ മിഥ്യ. ഭൗതിക വിഭവങ്ങളെയും അതുപോലെ മനുഷ്യരുടെ പൊതുബോധത്തെയും എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാണ് നമ്മളിതിൽ നോക്കുന്നത്. ഡ്യൂപോണ്ട്, റസൽ, കെന്നഡി എന്നീ കുടുംബങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് പരിശോധിക്കാം. ഡ്യൂപോണ്ട് കുടുംബത്തിന്റെ പ്രവർത്തന രീതി നോക്കാം. ആദ്യം ഒരേ തരം കൃഷിരീതികൾ കൊണ്ടുവരിക, എന്നിട്ട് അതിനുവേണ്ട വിത്തുകൾക്കും രാസവളങ്ങൾക്കും പേറ്റന്റ് എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആഗോള കാർഷിക മേഖല മൊത്തത്തിൽ ഇവരെ ആശ്രയിക്കാൻ തുടങ്ങും. ഭക്ഷണക്രമം പോലെ മനുഷ്യന് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളെപ്പോലും ഇവർ എങ്ങനെയാണ് ഒരു കൺട്രോൾ സിസ്റ്റമാക്കി മാറ്റിയതെന്ന് നോക്കൂ. ഇത് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. റസ്സൽ കുടുംബം യേൽ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ച സ്കൾ ആൻഡ് ബോൺസ് എന്ന സീക്രട്ട് സൊസൈറ്റിയെക്കുറിച്ചാണ്. 2004 US പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിച്ച ജോർജ് W. ബുഷും ജോൺ കെറിയും ഇതിലെ അംഗങ്ങളായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്, അതൊരു രഹസ്യമാണ്, എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാനാകില്ല. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, 2 എതിർ സ്ഥാനാർത്ഥികൾ ഒരേ സീക്രട്ട് ഗ്രൂപ്പിൽ നിന്നാകുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് യഥാർത്ഥ ജനാധിപത്യമാണോ, അതോ തെരഞ്ഞെടുപ്പിന്റെ ഒരു മിഥ്യാബോധം മാത്രമാണോ? കെന്നഡി കുടുംബത്തിന്റെ കഥ എപ്പോഴും ഒരു മിത്ത് പോലെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. JF കെന്നഡിയുടെ കൊലപാതകത്തിന് പിന്നിൽ CIA ഇല്ലാതാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളോ അല്ലെങ്കിൽ സിൽവർ ബാഗ്ഡ് കറൻസിയോ ഒക്കെ കാരണമായി പലരും പറയുന്നുണ്ട്. ഇതിനുശേഷം ജാക്കി കെന്നഡി അരിസ്റ്റോട്ടൽ ഒനാസിസിനെ വിവാഹം കഴിച്ചില്ലേ? വെറുമൊരു വിവാഹമായിരുന്നില്ല അത്.
ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് നെറ്റ്വർക്കുള്ള ഒരാളിലൂടെ അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള കെന്നഡി കുടുംബത്തിന്റെ ഒരു തന്ത്രപരമായ മടങ്ങിവരവായിട്ടാണ് അനലിസ്റ്റുകൾ ഇതിനെ കാണുന്നത്. ശരി, ഇനി അടുത്തതിലേക്ക് പോവാം. ഇതൊക്കെ എങ്ങനെയാണ് ബിൽഡപ്പ് ആവുന്നതെന്ന് നോക്കാം. 4ാമത്തെ ഭാഗം ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ഏറ്റവും ഉന്നത കോടി, അതായത് സാമ്പത്തിക അധികാരത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന റോക്ക്ഫെല്ലർ, റോസ്ചൈൽഡ് എന്നീ 2 വലിയ രാജവംശങ്ങളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കുന്നത്. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഫണ്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. മെഡിക്കൽ കുത്തക കൊണ്ടുവന്ന ഫ്ലെക്സ്നർ റിപ്പോർട്ട്, പേറ്റന്റ് ചെയ്ത കാർഷിക രീതിയായ ഹരിത വിപ്ലവം, ജനസംഖ്യാ നിയന്ത്രണം, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, ഐക്യരാഷ്ട്രസഭയ്ക്ക് സ്ഥലം നൽകിയത്, ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. സാധാരണക്കാർ ഇതിനെയൊക്കെ ലോകനന്മയ്ക്കുള്ള കാര്യങ്ങളായി കാണുമ്പോൾ ഇതൊക്കെ ആഗോളതലത്തിൽ പൂർണ്ണ നിയന്ത്രണം കൊണ്ടുവരാനുള്ള തന്ത്രങ്ങളായിരുന്നുവെന്നാണ് ഈ തിയറി പഠിക്കുന്നവർ പറയുന്നത്. ഇനി ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഡേവിഡ് റോക്ക്ഫെല്ലർ തന്റെ സ്വന്തം ആത്മകഥയിൽ വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ലോകത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഗ്ലോബൽ സ്ട്രക്ചർ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു എന്നതാണ് എനിക്കെതിരെയുള്ള കുറ്റമെങ്കിൽ, അതെ, ഞാൻ കുറ്റക്കാരനാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഗൂഢാലോചനാവാദങ്ങളെല്ലാം വെറുതെയല്ല, അവർ തന്നെ നേരിട്ട് സമ്മതിച്ചിട്ടുള്ളതാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു. സാമ്പത്തിക ആധിപത്യത്തിന്റെ 2 വ്യത്യസ്ത മോഡലുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അമേരിക്കൻ മോഡൽ റോക്ക്ഫെല്ലറുടേതാണ്, വിഭവങ്ങളെയും സ്ഥാപനങ്ങളെയും ഫൗണ്ടേഷനുകളിലൂടെ നിയന്ത്രിക്കുക. എന്നാൽ യൂറോപ്യൻ മോഡൽ റോത്സ്ചൈൽഡിൻ്റേതാണ്, ആഗോള ബാങ്കിംഗ് കൺട്രോൾ ചെയ്യുക, ഗവൺമെന്റുകൾക്ക് കടം കൊടുത്ത് അതിൽ നിന്ന് ലാഭമുണ്ടാക്കുക. ഇവർക്കെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പല വംശീയ ആരോപണങ്ങളുമുണ്ടെങ്കിലും ആഗോള ബാങ്കിങ്ങിൽ അവർക്കുള്ള സ്വാധീനം നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ചരിത്രസത്യമാണ്. ഈ പവർ പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലാട്ടോ. കമ്മ്യൂണിസ്റ്റാണോ മുതലാളിത്തമാണോ എന്നതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഏഷ്യയിലെ ലീ കുടുംബം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിൽ വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ യൂറോപ്പിലെ വാൻഡുയിൻ കുടുംബം, അധികമാർക്കും ഇവരെക്കുറിച്ച് അറിയില്ല, പക്ഷേ UN പോലെയുള്ള അന്താരാഷ്ട്ര NGO നെറ്റ്വർക്കുകളിലൂടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള കൺട്രോൾ മൊത്തം ഇവരുടെ കൈകളിലാണ്. ഇനി നമ്മൾ കടക്കുന്നത് 5ാമത്തെയും ഏറ്റവും നിഗൂഢവുമായ ഭാഗത്തേക്കാണ്. നിഗൂഢമായ ആചാരങ്ങളും ദൈവിക അവകാശവും. ഈ പറയുന്ന ഭീമമായ അധികാര കേന്ദ്രീകരണത്തെ അവരെങ്ങനെയാണ് ആത്മീയമായി ന്യായീകരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ലോകത്തെ ഏറ്റവും ശക്തരായ ആളുകൾ ഇത്തരം നിഗൂഢമായ ആചാരങ്ങൾ പരിശീലിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു മിനിറ്റ് ചിന്തിച്ചു നോക്കൂ. പുരാതന ഈജിപ്തിലോ റോമിലോ ഒക്കെ ഭരണാധികാരികൾ ഇത്തരം രഹസ്യ ആചാരങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ ആധുനിക ലോകത്ത് മാത്രം അതില്ലാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാലിഫോർണിയയിലെ ആ ബൊഹീമിയൻ ഗ്രോവ് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ വർഷവും അവിടുത്തെ 2700 ഏക്കറിൽ അമേരിക്കയിലെ ഏറ്റവും പവർഫുൾ ആളുകൾ ഒത്തുകൂടാറുണ്ട്. അവിടെ ക്രിമേഷൻ ഓഫ് കെയർ എന്ന പേരിൽ ചില വിചിത്രമായ ചടങ്ങുകൾ നടക്കാറുമുണ്ട്. കോളിൻസ് കുടുംബമാണ് ഇത്തരം എസോറ്ററിക് ആചാരങ്ങളുടെ കോറായിട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് സിദ്ധാന്തങ്ങൾ പറയുന്നത്. ചിഹ്നങ്ങളിലൂടെ മനുഷ്യന്റെ അബോധ മനസ്സിനെ കൺട്രോൾ ചെയ്യാനാണ് ഇവർ ഇതിലൂടെ ശ്രമിക്കുന്നത്. എന്താണ് ഈ മെറോവിംഗിയൻ മിത്ത് എന്ന് നോക്കാം. യേശുക്രിസ്തുവിലേക്കോ മേരി മഗ്ദലീനയിലേക്കൊക്കെ നീളുന്ന ഒരു പവിത്രമായ ദൈവികമായ രക്തബന്ധം തങ്ങൾക്കുണ്ട് എന്ന വിശ്വാസമാണിത്. ഹോളി ബ്ലഡ് ഹോളി ഗ്രെയിൽ തിയറി സത്യമാണോ അല്ലയോ എന്നതല്ല ഇവിടുത്തെ വിഷയം. മറിച്ച് തങ്ങളുടെ രക്തം വിശുദ്ധമാണെന്ന് ഈ എലൈറ്റ്സ് വിശ്വസിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ക്രൂഷ്യലായിട്ടുള്ള കാര്യം. സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ലോകം ഭരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന ഈ ബോധ്യമാണ് അവരെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ശരി, നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ്. തിരഞ്ഞെടുപ്പിന്റെ മിഥ്യാബോധം. നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ വലിയ നിഴൽ സാമ്രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ക്ലബ്ബ് ചെയ്തു നോക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പാരമ്പര്യമായി കിട്ടിയ വൻ സമ്പത്ത്, പോളിസികളിലുള്ള സ്വാധീനം, വിഭവങ്ങളുടെയും ശാസ്ത്രത്തിന്റെയും കുത്തക, രഹസ്യ നെറ്റ്വർക്കുകൾ, തങ്ങളുടെ ഭരണത്തെ ന്യായീകരിക്കുന്ന നിഗൂഢ വിശ്വാസങ്ങൾ, ഇതിനെല്ലാം പുറമെ സർക്കാരുകൾക്ക് മുകളിൽ നിൽക്കുന്ന സമാന്തരമായ ഒരു അധികാരഘടന. സത്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് നമ്മളൊരു ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത് എന്നൊരു മിഥ്യാബോധം നൽകുമ്പോൾ തന്നെ അധികാരം വളരെ കുറച്ചുപേരുടെ കൈകളിൽ മാത്രം സുരക്ഷിതമായി ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികാരത്തിന്റെ ഈ വലിയ രൂപകൽപ്പന നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു. ഈ അറിവ് വെച്ച് നിങ്ങളിനി എന്തു ചെയ്യും? അധികാരം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക എന്നതാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. നമ്മൾ കാണുന്ന ഈ ലോകത്തെക്കുറിച്ച് ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ ഒരു വിശകലനം നിങ്ങളെ സഹായിക്കട്ടെ. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അന്വേഷിക്കാനും തയ്യാറാകുക. അപ്പോൾ അടുത്ത തവണ കാണാം.